നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിലെ തോൽവിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി PV അൻവർ ഇറങ്ങിയതിന് പിന്നാലെ UDFിൽ രണ്ട് ചേരി ഉദയം കൊണ്ടിരിക്കുകയാണ്. ചേർത്ത് പിടിക്കേണ്ടവരാൽ ചതിക്കപ്പെട്ടുവെന്നും ഇതാണ് തന്റെ നിശബ്ദമായ പിന്മാറ്റത്തിന് കാരണമെന്നും പറഞ്ഞ് അൻവറിനെ പിന്തുണച്ച് ചില MLA മാർ രംഗത്ത് വന്നിട്ടുണ്ട്. ചതിച്ചതാര്? ചന്തു തന്നെ, മഷിയിട്ട് നോക്കേണ്ട കാര്യമില്ല എന്ന് തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് UDFിൽ ബോംബ് തന്നെയാണെന്ന് പറയേണ്ട കാര്യമില്ല. കോഴിക്കോട്ടെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയാണ് അൻവർ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ MLA ബേപ്പൂരിലെ തോൽവിയെക്കുറിച്ച് പറഞ്ഞ പ്രസംഗം പങ്കുവച്ചാണ് അൻവർ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത്. പാളയത്തിലെ ചതിയും പിന്നിൽ നിന്നുള്ള കുത്തും ഏറെ വേദനിപ്പിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. UDFിന് കിട്ടിയ 102 സീറ്റിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിലേക്ക് മത്സരിച്ചാൽ പോലും കെട്ടിവച്ച കാശ് തിരികെ ലഭിക്കാൻ സാധ്യതയില്ലാത്ത ബഹുഭൂരിപക്ഷം പേരും വിജയിച്ചത് തന്റെ പോരാട്ടത്തിന്റെ ഫലം കൂടിയായാണെന്ന് അൻവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിണറായി സത്തിന്റെ മുഖംമൂടി വലിച്ചു കീറിയാണ് ആരോഗ്യവും ജീവനും സമ്പത്തും വകവയ്ക്കാതെയും പരിഗണിക്കാതെയും സ്ഥാനമാനങ്ങൾ ത്യജിച്ചും രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാതെയും പൊതുസമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിച്ചത്. അത് മറക്കരുത്. കോഴിക്കോട് കോൺഗ്രസിനോട് തെരഞ്ഞെടുപ്പിന് 3 മാസങ്ങൾക്കിപ്പുറം പൊട്ടിത്തെറിക്കുന്നുണ്ട് അൻവർ. പിണറായി സത്തിനും കുടുംബാധിപത്യത്തിനുമെതിരെ സ്വന്തം ജീവനും സമ്പത്തും വകവയ്ക്കാതെ താൻ നടത്തിയ ഒറ്റയാൾ പോരാട്ടമാണ് മുന്നണിക്ക് വലിയ കരുത്തായതെന്ന് അൻവർ അവകാശപ്പെടുന്നുണ്ട്. ഇത് പക്ഷേ UDF അംഗീകരിക്കുന്നുണ്ടോ അതോ പുച്ഛിച്ചു തള്ളുമോ എന്ന് കൂടിയാണ് ഇനി അറിയാനുള്ളത്. സ്ഥാനമാനങ്ങൾ സ്വപ്നം കണ്ട ചിലരുടെ നീക്കങ്ങളും പാളയത്തിലെ ചതിയും തനിക്ക് വലിയ വേദനയുണ്ടാക്കി. ചേർത്ത് പിടിക്കേണ്ടവരാൽ ചതിക്കപ്പെട്ടു എന്ന് വിളിച്ചു പറയാൻ ജാള്യതയുള്ളതുകൊണ്ടാണ് നിശബ്ദനായി പിൻവാങ്ങിയതെന്ന് അൻവർ പറയുമ്പോൾ അങ്ങനെ പിന്മാറേണ്ട എന്ന് MLA മാർ പറയുകയാണ്. ഇത് അൻവറിനോടുള്ള സ്നേഹമാണോ അതോ അൻവർ വഴി UDFിൽ ഉണ്ടാകുന്ന കലാപങ്ങളെ ഉയർത്തിവിടാനുള്ള നീക്കമാണോ എന്നും വ്യക്തമല്ല. ബേപ്പൂർ മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറും PV അൻവറും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളിൽ അൻവറിന് പിന്തുണയുമായി ആദ്യമെത്തിയത് കാരാട്ട് റസാഖാണ്. PV അൻവർ ഉയർത്തിയ കാര്യങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് തിളക്കമാർന്ന വിജയത്തിന് കാരണമായിട്ടുണ്ടെന്ന വസ്തുത കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്നതാണെന്നാണ് കാരാട്ട് റസാഖിന്റെ പ്രതികരണം. ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലായിരുന്നു കാരാട്ട് റസാഖ് അൻവറിനെ പിന്തുണച്ച് രംഗത്തെത്തിയത്. അൻവറിനെ പിന്തുണയ്ക്കുന്നതിനൊപ്പം DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിനെതിരെ ഫേസ്ബുക്ക് കുറിപ്പിൽ കാരാട്ട് റസാഖ് വിമർശനം ഉന്നയിക്കുന്നുണ്ട്. സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചതുകൊണ്ടാണ് ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ UDFിന് വിജയിക്കാൻ സാധിക്കാത്തതെന്ന UDFിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവിന്റെ ഭാഗത്തു നിന്നും വന്ന പ്രസ്താവന അനവസരത്തിലായിപ്പോയി. സ്വതന്ത്ര ചിഹ്നമാണ് പ്രശ്നമെങ്കിൽ തളിപ്പറമ്പും പയ്യന്നൂരും അമ്പലപ്പുഴയുമെല്ലാം അദ്ദേഹം പറയുന്നത് പോലെ സംഭവിക്കേണ്ടതായിരുന്നുവല്ലോ എന്നാണ് K പ്രവീൺകുമാറിന്റെ പ്രസ്താവന ചൂണ്ടിക്കാട്ടി കാരാട്ട് റസാഖ് പ്രതികരിച്ചിരിക്കുന്നത്. അധികാരത്തിന്റെ സുഖസൗകര്യങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് നിലവിൽ പ്രവർത്തിച്ച മുന്നണിക്കെതിരെയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിനു വേണ്ടി ഉപാധികളില്ലാതെ UDF മുന്നണിയുമായി സഹകരിക്കാൻ തയ്യാറായ PV അൻവറിനെ തെരഞ്ഞെടുപ്പിൽ കാലുവാരിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. കൂടാതെ അത് പരസ്യമായി വെളിപ്പെടുത്തിയത് അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യവുമാണ്. ഇത്തരം പ്രസ്താവനകളും പ്രവർത്തനങ്ങളും ജനാധിപത്യത്തിന് ഭൂഷണമാണോ എന്ന് കാലം തെളിയിക്കുമെന്നും ഫേസ്ബുക്കിൽ കാരാട്ട് റസാഖ് കുറിച്ചിട്ടുണ്ട്. പേരാമ്പ്രയിൽ UDF MLA മാർക്ക് ഒരുക്കിയ സ്വീകരണത്തിലായിരുന്നു കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ MLA ബേപ്പൂരിലെ സ്ഥാനാർത്ഥിത്വം പിഴച്ചെന്ന് പറഞ്ഞത്. കോണി ചിഹ്നത്തിലോ കൈപ്പത്ത് ചിഹ്നത്തിലോ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നുവെങ്കിൽ ജില്ലയിലെ മുഴുവൻ സീറ്റിലും ജയിക്കാമായിരുന്നുവെന്നും പ്രവീൺകുമാർ പറഞ്ഞിരുന്നു. ഇതാണ് അൻവറിന്റെ ഉള്ളുലച്ച സംഭവം. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച PV അൻവർ 7487 വോട്ടുകൾക്കാണ് മുൻ മന്ത്രിയും LDF സ്ഥാനാർത്ഥിയുമായ PA മുഹമ്മദ് റിയാസിനോട് പരാജയപ്പെട്ടതെന്നും DCC പ്രസിഡന്റ് പറഞ്ഞിരുന്നു. അൻവറിനെ ബേപ്പൂരിലേക്ക് അയച്ച് നിലവിലെ മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാടുകൾക്ക് കാത്തിരിക്കുകയാണ് UDF അണികൾ.